ടെസ്റ്റിംഗ് ബഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സ്മോക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് അറിയാം. അപ്പോൾ സ്മോക്ക് ടെസ്റ്റ് എന്ന ടേം മനസ്സിലാകാനായിട്ട് നമുക്കൊരു ഇലക്ട്രിക്കൽ അപ്ലയൻസിനെ ഇമാജിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു അയൺ ബോക്സ്. ഇപ്പോൾ ഒരു അയൺ ബോക്സിനകത്ത് കുറേ കമ്പോണൻസ് ഉണ്ടാകും. തെർമോസ്റ്റാറ്റ് ഉണ്ടാകും, ഹീറ്റിംഗ് എലമെന്റ് ഉണ്ടാകും, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാകും. ഇതൊക്കെ വയർസ് വെച്ച് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് ആ അയൺ ബോക്സിന്റെ മെറ്റൽ കേസിംഗിലേക്ക് വെക്കുകയല്ല ചെയ്യുന്നത്. നമ്മളിത് പുറത്ത് വെച്ച് നമ്മൾ ഇതിന്റെ കണക്ഷനൊക്കെ കൊടുത്തിട്ട് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആദ്യം നോക്കും. അപ്പോൾ ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2 വയർസ് ഷോർട്ട് ആയിരിക്കുകയാണെങ്കിൽ അതിൽ സ്മോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ സ്മോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഫോൾട്ടാണ്. അപ്പം നമ്മൾ വീണ്ടും എന്ത് കമ്പോണന്റിലാണ് പ്രശ്നം, എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ വീണ്ടും റീവയർ ചെയ്ത് ഇത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മളത് മെറ്റൽ കേസിംഗിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിലെ സ്മോക്ക് ടെസ്റ്റിംഗിലും യൂസ് ചെയ്യുന്നത്. സ്മോക്ക് ടെസ്റ്റിംഗിന്റെ ഡെഫിനിഷനിൽ പറയുന്ന പോലെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് where the most important and critical functionality of a build are executed to determine whether it is stable or not. അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് മാത്രം ആദ്യം ടെസ്റ്റ് ചെയ്യും. അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കി ടെസ്റ്റുകൾ ചെയ്യുള്ളൂ. ഇത് സ്റ്റേബിൾ ആണ്, ഈ ഫങ്ഷണാലിറ്റീസ് ഒന്നും ഒരു കുഴപ്പമില്ല, ഇതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കി ടെസ്റ്റുകൾ ചെയ്യുള്ളൂ. ഇറ്റ്സ് ഓൾസോ കോൾഡ് ബിൽഡ് വെരിഫിക്കേഷൻ ടെസ്റ്റിംഗ് ഓർ ബിൽഡ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. ഇതിനെ ബിൽഡ് വെരിഫിക്കേഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ബിൽഡ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയും. അപ്പം എന്താണ് ഈ ബിൽഡ് എന്ന് പറഞ്ഞാൽ ആരാണ് കോഡ് എഴുതുന്നത്? ഡെവലപ്പേഴ്സ്. അപ്പം ഡെവലപ്പേഴ്സ് കോഡ് എഴുതി ഒരു സോഫ്റ്റ്വെയറോ ഒരു പ്രോഡക്റ്റോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ വേർഷൻ പറയുന്ന പേരാണ് ബിൽഡ്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ബഗ്സ് ഉണ്ടാകാം. അപ്പോൾ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യും? ഈ ഒരു ബിൽഡ് ഉണ്ടാക്കിയതിന് ശേഷം QA ടീമിന് കൈമാറും. QA ടീം എന്ന് പറഞ്ഞാൽ ആരാണ്? ടെസ്റ്റേഴ്സ്. അപ്പോൾ ടെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ടെസ്റ്റേഴ്സ് ഇത് മുഴുവൻ ആദ്യം തൊട്ട് അവസാനം വരെ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിനകത്തെ ബേസിക് ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ ക്രൂഷ്യൽ ഫീച്ചേഴ്സ് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കും. അത് ഒക്കെ ആണെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ബാക്കി ടെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്മോക്ക് ടെസ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? QA ടീം ഈ ബിൽഡ് റിജക്ട് ചെയ്തിട്ട് ഡെവലപ്പേഴ്സിനെ ഏൽപ്പിക്കും. ഡെവലപ്പേഴ്സ് ആ ബഗ് ഫിക്സ് ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും ടെസ്റ്റിങ്ങിനായിട്ട് QA ടീമിനെ ഏൽപ്പിക്കും. ഈ സ്മോക്ക് ടെസ്റ്റിംഗ് നമുക്ക് മാനുവലായിട്ടും പെർഫോം ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ടും പെർഫോം ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഒരു e-commerce സൈറ്റിൻ്റെ ബിൽഡ് എടുക്കുകയെന്ന് വിചാരിച്ചോ. നമ്മൾ ഒരു ഇപ്പോൾ Amazon.com അതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ രജിസ്റ്റർ ചെയ്യും, പേരും ഐഡിയും കൊടുത്ത് രജിസ്റ്റർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വെച്ച് ലോഗിൻ ചെയ്യും. നമ്മൾ ഏതെങ്കിലും പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യും, കാർട്ടിൽ ആഡ് ചെയ്യും, ബൈ ചെയ്യും, പേയ്മെൻറ്റ് കൊടുക്കും, ഓർഡർ പ്ലേസ് ചെയ്യും, എന്നിട്ട് നമ്മൾ ലോഗൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇത്രയാണല്ലോ നമ്മൾ മെയിനായിട്ടും ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഇതേ കാര്യങ്ങൾ തന്നെയാണ് സ്മോക്ക് ടെസ്റ്റിങ്ങിനകത്ത് ടെസ്റ്റേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ തന്നെ URL, നമ്മൾ ഇപ്പോൾ വെബ്സൈറ്റിൻ്റെ URL കൊടുക്കും. URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതായത് നമ്മളൊരു വെബ്സൈറ്റിൻ്റെ മുകളിലായിട്ട് https://www.amazon.com എന്ന് പറഞ്ഞാൽ എഴുതിയേക്കുന്ന മനസ്സിലായി, അങ്ങനത്തെ അതാണ് URL. അപ്പോൾ ആ URL, ഈ വെബ്സൈറ്റിൻ്റെ URL എന്താണോ അത് കൊടുക്കും. അത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ പേജിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കത് നെയിമും പാസ്വേഡൊക്കെ കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. ഇനിയിപ്പോൾ അത് രജിസ്റ്റർ ചെയ്തിട്ട് അതേ ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ചിട്ട്, യൂസർ ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ യൂസറിൻ്റെ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത ആ പെർട്ടിക്കുലർ അതിനെക്കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻ തരുന്ന പേജിലേക്ക് പോകുന്നുണ്ടോ, ഇതിനെ നമുക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്നിട്ട് കാർട്ട് പേജിലേക്ക് പോകുന്നുണ്ടോ, അതുപോലെ തന്നെ ബൈ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് പേജിലേക്ക് പോകുന്നുണ്ടോ, ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതുപോലെ തന്നെ ലോഗൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ലോഗൗട്ട് ആവുന്നുണ്ടോ, തുടങ്ങി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആദ്യം ടെസ്റ്റ് ചെയ്യും. ഇതെല്ലാം ഏതെങ്കിലും എറർ കാണിക്കുവാണെങ്കിൽ അത് തിരിച്ച് ഡെവലപ്മെൻറ്റ് ടീമിന് അയച്ചു കൊടുക്കും. അപ്പോൾ അവരത് എന്താണോ ഇഷ്യൂ വന്നത് അത് ഫിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ടെസ്റ്റേഴ്സിന് അയക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ബഗ്സ് ഏർലിയർ സ്റ്റേജസിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ലോഗിന് തന്നെ വാലിഡ് യൂസർ നെയിമും വാലിഡ് പാസ്വേഡും അല്ല, ഇൻവാലിഡ് യൂസർ നെയിമും ഇൻവാലിഡ് പാസ്വേഡും, അല്ലെങ്കിൽ വാലിഡ് യൂസർ നെയിമും ഇൻവാലിഡ് പാസ്വേഡ്, അല്ലെങ്കിൽ ബ്ലാങ്ക് സ്പേസ് ഇട്ട് കൊടുക്കുക, അങ്ങനെ പല പല ടെസ്റ്റ് കേസസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്ത് ഓരോ പേജിനും അതേപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ടെസ്റ്റ് കേസ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പേയ്മെൻറ്റ് പേജ് വരുമ്പോൾ ഓപ്പൺ ആവുന്നില്ല എന്നൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ചെയ്ത അത്രയും എഫേർട്ടും വെറുതെ ആവും. കാരണം നമ്മൾ
വീണ്ടും ഇത് അയച്ചു കൊടുത്ത് ഡെവലപ്പർ ടീം അതെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നേന്ന് ലോഗിൻ പേജിലോട്ട് വീണ്ടും ചെയ്ത് തുടങ്ങേണ്ടി വരും. അപ്പോൾ നമുക്ക് ടൈം, എഫേർട്ട് ഇതെല്ലാം നമുക്ക് വേസ്റ്റ് ആയി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ സ്മോക്ക് ടെസ്റ്റിംഗ് ചെയ്യും. ഇതൊരു നോൺ എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് ആണ്. കാരണം നമുക്ക് വളരെ കുറച്ച് നമ്പർ ഓഫ് ടെസ്റ്റ് കേസ് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ബഗ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു 20% ടെസ്റ്റ് കേസ് ചെയ്താൽ തന്നെ നമുക്കൊരു ഓൾമോസ്റ്റ് 80% ബഗ്സ് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചേക്കും. ഈ ടൈമും എഫേർട്ടും കുറയുന്ന പോലെ തന്നെ കോസ്റ്റും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റും നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ സ്മോക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ മുഴുവൻ എല്ലാ ടൈപ്പ് ടെസ്റ്റിങ്ങും ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് ടെസ്റ്റ് ചെയ്ത് അത് നമുക്ക് സ്റ്റേബിൾ ആണെന്ന് ഉറപ്പുവരുത്തും. എന്നിട്ട് മാത്രമേ നമ്മൾ ബാക്കി ടെസ്റ്റിങ്ങിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ ഈ ബേസിക് ഫങ്ഷണാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സ്മോക്ക് ടെസ്റ്റിംഗ്. അപ്പോൾ സ്മോക്ക് ടെസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. ഇനി ഓൺലൈൻ ലൈവായിട്ടുള്ള ഓൺലൈൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ട്രെയിനിങ്, ഇന്റേൺഷിപ്പോട് കൂടിയ സർട്ടിഫിക്കേഷൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.